ക്രിസ്മസ് എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇമെയിൽ റേറ്റിംഗ്. ആ ഇമെയിൽ റേറ്റിംഗിന്റെ ഫോർമാറ്റ് അങ്ങ് പഠിച്ചാലോ? ഇതുപോലെ ധാരാളം വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. മെഗാ മാരത്തോൺ ഉറപ്പായിട്ടും പങ്കെടുക്കാൻ നമുക്ക് അടിപൊളിയായിട്ട് സെറ്റാക്കാം. കംപ്ലീറ്റ് ഗ്രാമറും അതുപോലെ തന്നെ ഡിസ്കോഴ്സും ഒക്കെ അതിൽ കംപ്ലീറ്റ് വിശദീകരിച്ച് പറയുന്നതായിരിക്കും. സോ അതിന്റെ ഫോർമാറ്റ്, ഇമെയിലിന്റെ ഫോർമാറ്റ് പറയാൻ പോകുന്നത്, ഏത് ഇമെയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രം അഡ്രസ് എഴുതുക. ഫ്രം അഡ്രസ് എഴുതിയിട്ടില്ലെങ്കിലും ടു അഡ്രസ് എഴുതുക. ഫ്രം അഡ്രസ് അത്ര നിർബന്ധമില്ല, പക്ഷേ ടു അഡ്രസ് നിർബന്ധമാണ്. ടു അഡ്രസ്സിൽ നിങ്ങൾ ആർക്കാണോ ആ ഒരു ഇമെയിൽ അയക്കേണ്ടത് അദ്ദേഹത്തിന്റെ പേര് @gmail.com അല്ലെങ്കിൽ abcd@gmail.com അല്ലെങ്കിൽ 123 എന്തെങ്കിലും ഒരു @gmail.com കൊടുക്കുക. എന്നിട്ട് ഈ സബ്ജക്ട് അങ്ങോട്ട് എഴുതി കൊടുക്കുക. സബ്ജക്ട് ആക്ച്വലി നിങ്ങളുടെ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഈസി ആയിട്ട് നിങ്ങൾക്ക് അതിന്റെ സബ്ജക്ട് കിട്ടും. എന്നിട്ട് സാല്യൂട്ടേഷൻ ഡിയർനോ അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് സർ അല്ലെങ്കിൽ മാം എന്ന് കൊടുക്കാൻ പറ്റും. കാരണം ഇത് പൊതുവെ ഇമെയിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവാറുള്ളത് ഒഫീഷ്യൽ ആയിട്ടായിരിക്കും അല്ലെങ്കിൽ ഫോർമൽ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് റെസ്പെക്റ്റഡ് സർ അല്ലെങ്കിൽ ഡിയർ, ഓക്കെ, ഒരു ഇൻഫോർമൽ ആണെങ്കിൽ ഡിയർ എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റും. അതിന്റെ ബോഡി പാർട്ടിൽ അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുക. കൂടുതൽ വളരെ ലെങ്തി ആക്കാൻ പാടില്ല, കാരണം ഇമെയിൽ വളരെ ഒഫീഷ്യൽ ആയിരിക്കും പൊതുവെ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഷോർട്ട് ആക്കുക. ആൻഡ് ക്ലോസിംഗ് ചെയ്തതിന് ശേഷം ആ ഒരു സെൻഡ് ചെയ്ത ആളുടെ പേര് അവസാനം എഴുതി കൊടുക്കുക. ആ ഒരു ആരായിരുന്നു ഈ ഒരു ഇമെയിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്, ഫ്രം അഡ്രസ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പേര് അവസാനം കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഈ ഒരു ഇമെയിലിന്റെ ഫോർമാറ്റ്. മിസ് ചെയ്യരുത്. ക്രിസ്മസ് എക്സാമിൽ, ആക്ച്വലി നിങ്ങൾ നാളെ എഴുതാൻ പോകുന്ന എക്സാമിൽ ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ അവിടെ ഈ ഒരു ഫോർമാറ്റ് യൂസ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാൻ മറന്നു പോരുത്. യെസ്, ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ലെറ്റ്സ് സീ. ബൈ.